എന്തായാലും ഇനി നമ്മൾ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കാണ്. അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക്. അവിടെയാണ് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏക ആശ്വാസം ജയം സമ്മാനിച്ച മണ്ഡലം കൂടിയാണ്. ഇത്തവണ അവിടെ NDA സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത് ഇത്തവണ വിജയിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആ പ്രതികരണം നോക്കിയതിനു ശേഷം തിരികെ എത്താം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഏകദേശം മണിക്കൂറുകളൊക്കെ തന്നെ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ കണക്കിലെടുക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമുക്കൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട്. വലിയ ട്വിസ്റ്റാണ്. വരുന്ന ഘട്ടത്തിൽ ആദ്യം കരിമണൽ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് വരികയാണെങ്കിൽ SNDPയുടെ പിന്തുണ. SNDP പ്രസ്ഥാനം മാത്രമല്ലല്ലോ. അതായത് കഴിഞ്ഞകാല കേരളത്തിൽ 10-30 വർഷത്തോളം ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലനിന്നത്, ഞാനും എൻ്റെ പ്രസ്ഥാനവും നിലനിന്നിട്ടുള്ളത് തന്നെ ഇവിടുത്തെ എല്ലാ സാമുദായിക നേതാക്കന്മാരുമായിട്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ 2 കൈകളിൽ, ഒരു കൈയിൽ ഇദ്ദേഹത്തിന്റെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ശ്രീമാൻ സുകുമാരൻ സാർ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും, അതായത് അത് ശബരിമല വിഷയം മുതലുള്ള എല്ലാ നിലപാടുകളോടും ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിനും ഒരു മകളായി തന്നെയാണ് ഞാൻ വർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ SC/ST വിഭാഗത്തിലെ KPMSന്റെയും അതുപോലെ തന്നെ ധീവര സമൂഹത്തിന്റെയും അവിടെ അവർക്ക് ഒരുപക്ഷെ അവരുടെ നേതാക്കൾക്കിടയിൽ പോലും അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ പലരും കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പൊതുപ്രവർത്തക, അവര് ഒരു BJPക്കാരിയായിട്ട് മാത്രമല്ല പൊതുസമൂഹം കാണുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ പോകണം എന്ന് ആലപ്പുഴയിൽ നിന്നൊരു സ്ത്രീ, അങ്ങനെ പറയാം. കാരണം തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ളത് ആകെ ഒരേ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം ഒരു പ്രതിനിധിയായിട്ട് എല്ലാ സാമുദായിക സംഘടനകളുടെയും, ഈവൻ ഇപ്പോ ബിഷപ്പുമാരായിട്ട് ആണെങ്കിലും കർദിനാൾ അദ്ദേഹമാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും വളരെ വ്യക്തമായി തന്നെ കാണുകയും വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനാകെ തീരദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനാകമാനമായിട്ട് 48,000 കോടി രൂപയുടെ ഒരു വികസന 44,850 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുമായിട്ടാണ് ഞാൻ എൻ്റെ വികസന രേഖ അവതരിപ്പിക്കുന്നത്. അത് നാളെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈമാറുകയാണ്. അപ്പോൾ ഇതുവരെ ആലപ്പുഴ കാണാത്ത ഒരു വലിയ ബൃഹത്തായിട്ടുള്ള വികസന പദ്ധതിക്ക് അതിന്റെ ഒരു മാനിഫെസ്റ്റോ എല്ലാ വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ലത്തീൻ സമുദായത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, ധീവര സമൂഹത്തിനകത്തുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ എടുക്കുന്ന കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും, അങ്ങനെ ഒരു സമൂഹത്തിന് മുഴുവൻ പരിച്ഛേദത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതിയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലെനിക്ക് ഉറപ്പുണ്ട്. കാരണം സമൂഹം ഇന്ന് പ്രത്യേകിച്ച് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭീകരവാദ സംഘടനകളുടെ ഒരു വലിയ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. അതിനെതിരായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി സാറാണെങ്കിലും സുകുമാരൻ സാറാണെങ്കിലും ലത്തീൻ സഭയുടെ അധിപതികളാണെങ്കിലും എല്ലാം തന്നെ രാജ്യമാദ്യം പിന്നെ മതം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അപ്പൊ ഈ രാജ്യം നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഈ ഭീകരതയെ തുറന്നെതിർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന എത്രയോ മുസ്ലിം സ്ത്രീകളുണ്ട്. കാരണം മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദിജി എടുത്ത ഒരു വലിയ തീരുമാനം, ആ തീരുമാനത്തിനകത്തേക്ക് ഹൃദയം ചേർത്ത്. എന്തായാലും അത് തന്നെയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇന്ന് മോർണിംഗ്